അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ 5 നേരത്തെ നിസ്കാരം നിർബന്ധമായി നിർവഹിക്കേണ്ടവരാണല്ലോ മുസ്ലിങ്ങൾ. 5 നേരത്തെ നമസ്കാരത്തിൽ കൃത്യമായി 17 തവണയാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന സൂറത്ത് വരുന്നത്. ഇത് തെറ്റുകൂടാതെ ഓതാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ നിസ്കാരത്തിൻ്റെ സിഹത്തിനെ തന്നെ അത് ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിസ്കാരം തുടങ്ങുന്നത് തന്നെ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടാണ്. ഈ തക്ബീറത്തുൽ ഇഹ്റാമിൽ പറയുന്ന അല്ലാഹു അക്ബർ എന്ന വാക്ക് അത് തെറ്റായ രൂപത്തിൽ ഉച്ചരിക്കപ്പെട്ടാൽ നമ്മുടെ നിസ്കാരത്തിൻ്റെ സിഹത്തിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി ശ്രദ്ധിച്ച് ഇത് കേൾക്കുക, മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. കാരണം പലപ്പോഴും ശ്രദ്ധയില്ലാതെ അശ്രദ്ധയോടുകൂടിയായിരിക്കും നമ്മൾ പലരും തക്ബീർ ചൊല്ലുന്നത്. പെട്ടെന്ന് വന്ന് പള്ളിയിലേക്ക് കയറി അല്ലാഹു അക്ബർ ഇങ്ങനെ തക്ബീർ ചൊല്ലും. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട തെറ്റ് വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ. ഒന്ന്, ആദ്യം പറഞ്ഞത് ഹംസയാണ്. പലപ്പോഴും നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ അമ്മ എന്ന് പറയുന്ന ആ മലയാളത്തിലുള്ള ആ എന്ന അക്ഷരമാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറ്. അത് ശ്രദ്ധിക്കാതെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ അക്ഷരം ഹംസ മാറി ആ എന്ന മലയാളത്തിലുള്ള അക്ഷരമായി മാറും. അപ്പോൾ ശരിക്കുള്ള ഹംസ നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായി ശ്രദ്ധിച്ച് വേണം ആദ്യത്തെ ഹംസ ഉച്ചരിക്കാൻ. എങ്ങനെയാണ്? തൊണ്ട ഇടുക്കി കാറ്റ് ഇല്ലാതെയാണ് നമ്മൾ ഹംസ ഉച്ചരിക്കേണ്ടത്. അ ഇ അ ഇ അ അ അല്ലാഹ്. അല്ലാഹ് എന്ന് പറയുമ്പം അല്ല എന്ന് പറയുന്ന പറയുമ്പോൾ നമ്മുടെ നാക്ക് എവിടെയാണോ തട്ടുന്നത്? അല്ല അല്ല അല്ല. അപ്പോൾ നാവിൻ്റെ തുഞ്ച് മുൻപല്ലിൻ്റെ ഊനിലാണ് തട്ടുന്നത്. അങ്ങനെ ആ അല്ല എന്ന് പറയുന്ന സ്ഥലത്ത് അതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ അല്ലാ അല്ലാഹ് അല്ലാഹ് ഇങ്ങനെ അല്ലാഹ് എന്ന് ഉച്ചരിക്കണം. പിന്നെ അടുത്ത അക്ഷരം ഹ ആണ്. ഈ ഹിനെയും നമ്മൾ കാറ്റോടുകൂടി, തൊണ്ടയുടെ അക്ഷരമാണ്, അത് കാറ്റ് പുറപ്പെടും ആ അക്ഷരത്തിൽ. അപ്പം ഹ ഹി അല്ലാഹു ഹ ഹി ഹു അല്ലാഹു അല്ലാഹു അക്ബർ. രണ്ടാമത്തെ അക്ബർ പറയുമ്പോഴും ഹംസ ശ്രദ്ധിക്കണം, ആദ്യം പറഞ്ഞതുപോലെ. കാഫ് എന്ന അക്ഷരം അത് ചെറിയ രൂപത്തിൽ കാറ്റ് പുറപ്പെട്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അഖ് അഖ് ബർ. ബ ഉച്ചരിക്കുമ്പോൾ 2 ചുണ്ട് ഇങ്ങനെ പള്ളയിൽ ഇങ്ങനെ ചുണ്ടുകളുടെ പള്ള തമ്മിലിങ്ങനെ ഒട്ടും. ബ അക്ബർ 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 എന്ന് പറയരുത്. അപ്പം പലപ്പോഴും ആളുകൾ ഉച്ചരിക്കുന്നത് അല്ലാഹു അക്ബർ, ആ ഹംസ ശരിക്കായി നമ്മൾ വെളിവാക്കിയിട്ടില്ല. പിന്നെ അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാ എന്ന് പറയുമ്പോൾ നാവിൻ്റെ തുഞ്ച് പല്ലിൻ്റെ പുറത്തേക്ക് വന്നാലും അക്ഷരം തെറ്റാണ്. ഇങ്ങനെ അള്ളാ കേൾക്കുമ്പോൾ ശരിക്ക് അള്ളാഹു ഉച്ചരിക്കുന്ന അതേ ശബ്ദമാണ് പുറത്തേക്ക് വരുന്നത്, അല്ലേ? നാവിൻ്റെ തുഞ്ച് അവിടെ വന്ന് അള്ളാ 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 എന്താ പുറത്തേക്ക് വന്നു. അപ്പം അത് ലാ എന്ന് എഴുതുന്നില്ലേ, ആ ലാൻ്റെ ശബ്ദമാണ്, ആ ലാ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതല്ല, ശരിക്ക് അല്ല എന്ന് പറയുന്ന സ്ഥലത്തൊന്ന് തഫീം ചെയ്തുകൊണ്ട് കനപ്പിച്ചുകൊണ്ടാണ് അല്ലാ 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 അല്ലാ. നാട നാവ് പുറത്തേക്ക് വരുന്നില്ല.
അല്ലാഹു അക്ബർ അക്ബർ അക്ബർ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് അല്ലാഹു അക്ബർ എന്ന് പറയണം. അപ്പോൾ അല്ലാഹു എന്ന് പറയുന്നത് അല്ലാഹു എന്ന് ഉച്ചരിക്കാറുണ്ട്. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, എങ്ങനെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് ഈ തെറ്റുകൾ മനസ്സിലാവുക. അപ്പോൾ നമ്മൾ ആ എന്ന അക്ഷരത്തെ മലയാള അക്ഷരം പോലെയാണോ ഉച്ചരിക്കുന്നത്? രണ്ടാമത്തത് അള്ളാഹ് എന്ന് പറയുന്നിടത്ത് ഈ നാവിൻ്റെ തുഞ്ച് പുറത്തേക്ക് വരുന്നുണ്ടോ? ഒരു കണ്ണാടിയിൽ പോയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയാം. അള്ളാഹ് എന്ന് പറയുമ്പോഴത്തേക്ക് അള്ളാഹ് ഇങ്ങനെ പുറത്തേക്ക് നാവിൻ്റെ തുഞ്ച് വരുന്നുണ്ടോ? അതല്ല അല്ല എന്ന് പറയുന്നത് പോലത്തെ സ്ഥലത്താണോ നാവിൻ്റെ തുഞ്ചിരിക്കുന്നത്? എന്നിട്ടിങ്ങനെ കനപ്പിച്ചാണോ ശബ്ദം വരുന്നത്? അല്ലാ എന്നാണോ വരുന്നത്? അതുപോലെ തന്നെ അല്ലാഹു ഹ ഹി ഹു അല്ലാഹു 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 അങ്ങനെയാണോ? അല്ലെങ്കിൽ അല്ലാഹു 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 ഇങ്ങനെ ശബ്ദം കൊണ്ട് മാത്രം ശബ്ദം വന്നാൽ പോരാ, ശരിക്കും അതിൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ വരണം. അതുപോലെ തന്നെ അതിൻ്റെ സിഫത്തുകളും ശരിയാകണം. ഒരക്ഷരത്തിന് ചുരുങ്ങിയത് 5 സിഫത്ത് ഉണ്ട്. അപ്പോൾ 5 സിഫത്ത് ശരിയാകാത്ത രീതിയിൽ 7 സിഫത്ത് വരെ വരുന്ന അക്ഷരങ്ങളുണ്ട്. അപ്പം ഈ 5 സിഫത്തും മഹ്റജും ശരിയാകുമ്പോഴാണ് ഒരു അക്ഷരം ശരിയാകുന്നത്. അങ്ങനെ വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ നിസ്കാരം അത് അല്ലാഹു സ്വീകരിക്കപ്പെടണം. അത് തെറ്റുകൂടാതെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ ആദ്യത്തെ തക്ബീർ നിർബന്ധമായ തക്ബീറാണ്. അത് ശരിയായില്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ സിഹത്തിനെ തന്നെ അത് ബാധിക്കും എന്നുള്ളൊരു ബോധം നമ്മൾക്ക് ആദ്യം ഉണ്ടാകുകയും എന്നിട്ട് ഇത് കൃത്യമായി പറയാൻ നമ്മൾ പഠിക്കുകയും വേണം. ഏത് കുട്ടികൾക്കും പഠിക്കുന്ന രൂപത്തിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എന്നെ പറഞ്ഞിങ്ങനെ പോയാൽ ആളുകൾക്ക് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഓരോ അക്ഷരവും കൃത്യമായി പറഞ്ഞു തന്നത്. നമുക്ക് ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ എല്ലാ അക്ഷരങ്ങളുടെ മഹ്റജും സിഫത്തും ഒക്കെ നമുക്ക് ഇതിനകത്തൂടെ പഠിക്കാം. എല്ലാവരും അത് കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഫാത്തിഹ തുടങ്ങിയില്ല, ബിസ്മി തുടങ്ങിയില്ല, ബാക്കിയുള്ള അതിലേക്കുള്ളൊന്നും കടന്നില്ല. വെറും ഒരു അല്ലാഹു അക്ബർ എന്ന് പറയാൻ തന്നെ പഠിക്കാൻ തന്നെ ഒരുപാട് സമയം ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇതിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സാവകാശം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ തക്ബീറത്തുൽ ഇഹ്റാം എങ്ങനെ നമുക്ക് പറയാം, അത് കൃത്യമായി എല്ലാവരും കേട്ട് അതുപോലെ തന്നെ പഠിക്കുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.